ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. മോർണിംഗ് വ്ളോഗാണേ. അപ്പോൾ രാവിലെ ഞാൻ നേരത്തെ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മണിയുടെ മുന്നേ ഒക്കെ നീട്ടിട്ടുണ്ടായിരുന്നു, 4:30 ആകുമ്പോഴേക്കും. അപ്പോൾ ഉണന്നു. അപ്പോൾ പിന്നെ ഞാൻ കുളിച്ച് വിളക്കൊക്കെ വെച്ച് അങ്ങനെ സെറ്റ് ചെയ്ത് പിന്നെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ മടക്കി വയ്ക്കാൻ ഒരു ആരും നീട്ടിട്ടുണ്ടായിരുന്നില്ല, നീക്കാൻ വേണ്ടി നേരം കണ്ണുകുട്ടി പിന്നെ ഒരു 6 മണിയാകുമ്പോൾ നീട്ടിട്ട് ക്യാമ്പ് ഉണ്ടായിരുന്നു, അവൻ അതിന് പോയി. ഷാജേട്ടനും പൂജിട്ടൊക്കെ ഇപ്പോൾ നീട്ടിട്ടേ ഉള്ളൂ. നേരെ 7:30 കഴിഞ്ഞു, 8 മണി ആവാറായി. അപ്പോൾ ഇന്നലെ മീൻകറി വെച്ചോണ്ട് തന്നെ നമുക്ക് കറിയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ചായയുടെ പരിപാടി നോക്കണ്ടല്ലോ. പൊറോട്ടയാണ്, ചപ്പാത്തി, നമ്മൾ ചപ്പാത്തിയാണ് കൊണ്ടുവരാൻ പറഞ്ഞത്. അപ്പോൾ ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പൊറോട്ട കൊടുക്കുന്നത്. ഇത് ചൂടാമേ ഉള്ളൂ, വേറെ പണിയൊന്നുമില്ല. മീൻകറി ഇന്നലെ തലേ ദിവസം മീൻകറി മീൻകറികളൊക്കെ ഇരിക്കുന്നുണ്ട്, അപ്പോൾ അത് കൂട്ടിയിട്ട് കഴിക്കാൻ വിചാരിച്ചു. നമുക്കൊന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ കല്യാണത്തിന് പോകണം ഉച്ചയാകുമ്പോൾ. ഇപ്പം ഇനി ബഹളമാണ്, അവിടെയൊക്കെ ഇങ്ങനെ പണിക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ബഹളാവും. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ ഇവിടെ നിന്ന് അല്ലെങ്കിൽ ആകെ കൂടെ ബഹളമായിരിക്കും, ഭയങ്കരമായിട്ട് ബഹളമുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവരും സ്വാഗതം ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം. സൺഡേ മിക്കതും കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ നീക്കാറ്. ഇന്ന് എന്താണെന്നറിയില്ല, ഞാൻ നേരത്തെ നീട്ടും. നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് ഒരു 4 മണി 4:30 വെച്ചിട്ടാണ്, 2 ദിവസമായിട്ടുള്ള ഒരാഴ്ചയായിട്ട് നീട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ അതങ്ങനെ ഒരു ശീലമായിട്ട് എന്താണെന്നാവും, എനിക്ക് ഉറക്കം ആ സമയത്ത് പെട്ടെന്ന് ഞാൻ നീറ്റപ്പോൾ പിന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. നീറ്റ് വിളക്കൊക്കെ വെച്ച് കുറച്ച് നേരം നാമൊക്കെ ചൊല്ലി അങ്ങനെ ഇരുന്ന് പിന്നെ ഇവരെല്ലാവരും എണീക്കണമല്ലോ എനിക്കിതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കണ്ണൻകുട്ടി പോയിട്ട് പിന്നെ വേഗം ചപ്പാത്തിക്ക് കൊണ്ടു തന്നതാണ്. നോക്കുമ്പോൾ ഇത് പൊറോട്ട. ഇനി നമുക്ക് വേഗം ചുട്ടെടുത്തിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം. ഇനി അതിൻ്റെ ഇടയിൽ അടിച്ചുവാരി തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് പിന്നെ ഈ പരിപാടിക്ക് നിന്നത്. ഷാജേട്ടന് ഇനി പോകാൻ വേണ്ടിയിട്ടുണ്ട്. ആൾക്കിന്ന് പൂരക്കച്ചവട ഒരു ഉച്ച ഒക്കെ ആകുമ്പോഴേക്കും പോയാൽ മതി. തലേ ദിവസത്തെ രാത്രിയിലെ പ്രോഗ്രാമാണ്. അപ്പോൾ ആ കച്ചവടം വൈകുന്നേരം ആകുമ്പോഴേക്കും എത്തിയാൽ മതി, നമ്മുടെ കച്ചവടത്തിൻ്റെ ഉള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഉച്ചയ്ക്ക് ആയിട്ട് ആൾക്ക് പോയാൽ മതി. നമുക്കിവിടെ ചായയൊക്കെ കുടിച്ചിട്ട് ഇനി കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടുണ്ട്. കണ്ണൻകുട്ടിയെ ലാസ്റ്റ് വെച്ചിട്ട് വാക്ക് മാറുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം തന്നെ പറയുന്നുണ്ട് ഞാൻ വരണോ വരണ്ടേ എന്നൊക്കെ രണ്ട് മനസ്സിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. മിക്കതും വരണ്ടാവില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അവന് വന്നിട്ട് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. പൊറോട്ട ഉണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഈ പൊറോട്ട കഴിച്ചുകൊണ്ട് തന്നെ ആൾക്ക് പെട്ടെന്നൊന്നും വിശക്കുണ്ടാവില്ല. ഞാൻ ചോറ് വയ്ക്കുക ഇപ്പം നിൽക്കണമല്ലേ, കല്യാണത്തിന് പോയിട്ട് പെട്ടെന്ന് വരാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ചപ്പാത്തിയൊക്കെ ഓരോന്ന് ചുട്ടെടുത്തുകൊണ്ടിരിക്കുക. ഇത് ഞാൻ ഒരു പ്രാവശ്യം കൊടുത്തിട്ട് വൻ ഫ്ലോപ്പായിരുന്നു. ഇതിപ്പോൾ എന്താണ് പാടെന്നറിയില്ല. ഉണ്ടാക്കി നോക്കിയിട്ട് ആ ഒരു പൊറോട്ടയുടെ ടേസ്റ്റ് എന്തായാലും കിട്ടില്ല, നല്ല അടിച്ചിട്ട്. ഇതിപ്പോൾ നമ്മൾ മൈദ കൊണ്ട് ഇങ്ങനെ ഒരു പരത്തിയ ഒരു അപ്പം പോലെയായിട്ട് എനിക്ക് തോന്നുന്നത്. ചില കമ്പനിയുടെ മാറ്റം കൊണ്ടോ എന്തോ എനിക്കറിയില്ല. ഞാൻ ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ 2ാമത്തെ പ്രാവശ്യം കൊണ്ടുവരുന്നത്. ആദ്യത്തെ പ്രാവശ്യം ആർക്കും ഇഷ്ടമായിട്ടില്ല. ഇതിപ്പോൾ എന്തായാലും മീൻകറിയൊക്കെ ഉള്ളതുകൊണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചത് തേങ്ങ കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് വാങ്ങിയിട്ട് വേണം. അതുകൊണ്ട് തന്നെ ആ പരിപാടി നടന്നില്ല. ഇതൊക്കെ ഓരോന്നോരോന്ന് ചുട്ടിട്ട് ഞാൻ അതിൻ്റെ മേലെ കുറേശ്ശെ വെളിച്ചെണ്ണയും കൂടെ അങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, ഒന്ന് മുരിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ചുട്ടെടുക്കണം. ഇനി ലാസ്റ്റ് വെച്ചിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്നിങ്ങനെ അടിച്ചെടുക്കാം. അപ്പോൾ ഒരു സോഫ്റ്റ് ഉണ്ടാവുമോ എന്നറിയില്ല, അടിച്ച് നോക്കണം, ഇന്നാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ ഞാൻ ചായയ്ക്ക് അവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് സമയമുള്ള പോലെ തോന്നുന്നു കേട്ടോ. ഇനിയിപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ നമുക്കിനി കല്യാണത്തിന് പോകാനൊരു ഒരു 11:30 ആകുമ്പോഴേക്കും കല്യാണത്തിന് പോകാമെന്ന് വിചാരിക്കുന്നു. 10:30 11 മണിക്ക് മുഹൂർത്തം തോന്നുന്നുണ്ട്. ആ ടൈമിലേക്ക് അങ്ങോട്ട് എത്തുമെന്ന് അറിയില്ല. ഒരു 11:30 ആകുമ്പോഴേക്കും ഇറങ്ങാം എന്ന് വിചാരിക്കുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് അമ്മയും അവരൊക്കെ തലേ ദിവസം പോയ കാരണം അവിടെ നിന്ന് ആരുമില്ല. ഏട്ടനും അനിയനുമാണ് അവർ കല്യാണത്തിന് അവിടേക്ക് വരുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ കാണാം. പിന്നെ നാട്ടിലുള്ള കുറച്ച് ആൾക്കാരെ നമുക്ക് കാണുകയും ചെയ്യാം. അങ്ങനെയൊക്കെയാണ് കേട്ടോ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വീട്ടിലേക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോവാത്തതുകൊണ്ട്, മറ്റേത് ഞാൻ അവിടെ തന്നെ ആയിരുന്നില്ലേ. ഇപ്പം അങ്ങനെ പോവാത്തതുകൊണ്ട് തന്നെ ഒരുപാട് കൂടിയിട്ട് എല്ലാവരെയും കാണുമ്പോൾ വലിയ സന്തോഷം. പൊറോട്ടയൊക്കെ ആയിട്ട് ഞാനിതിങ്ങനെ അടിച്ചെടുക്കാമെന്ന് പറഞ്ഞു. കണ്ണൻകുട്ടി പറഞ്ഞു ഇങ്ങനെ ഇട്ടിട്ട് അടിച്ചാൽ മതി, അമ്മ അടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആൾ കുളിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് രണ്ടാം കൂടെ ചായ കുടിക്കാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഷാജേട്ടൻ ഇപ്പം തന്നെ ഒന്നും ചായ കുടിക്കാൻ വേണ്ടി നീക്കില്ല. ആൾ ഉറങ്ങുകയാണ്, ഉറങ്ങി നീട്ടിട്ടേ കുടിക്കുള്ളൂ. ഞാൻ പറഞ്ഞില്ല, അവൻ കഴിക്കാതിരിക്കുന്ന സമയത്ത് ഞാനും കൂടെ ഇരിക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് കാരണം ഞാനും കണ്ണൻകുട്ടിയാണ് കഴിക്കാതിരിക്കുന്നത്. പൂജിട്ടിക്ക് ഇപ്പം ആയിട്ടില്ല. അവൾക്ക് ഇനി കുറച്ച് അലക്കാൻ വേണ്ടിയിട്ടും പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാം, അപ്പോഴേക്കും നേരം വൈകും. ഞങ്ങളോട് കഴിച്ചോളാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഞാനും കണ്ണൻകുട്ടിയും കൂടെ 2 പൊറോട്ട കണ്ണൻകുട്ടി, ഞാനൊരു പൊറോട്ടയും കൂടെ എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. എനിക്ക് ഒന്നാമത് ഈ ഒരു പെയിനിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട്, യൂറിൻ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ പൊറോട്ട കഴിക്കുമ്പോൾ എനിക്ക് വേദന കൂടുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. എന്നാലും വേണ്ടില്ല, രാവിലെ ഒരെണ്ണം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞതാണ്. അപ്പോൾ അത് എടുത്തിട്ട് കഴിക്കാൻ വേണ്ടി നിൽക്കുക. വറുത്തരച്ച കറി ഇന്നേക്കാട്ടോ അടിപൊളിയായിട്ടിരിക്കുന്നത്. ഈ ചപ്പാത്തി പൊറോട്ട പുട്ടലിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. തലേ ദിവസം കറി ഉണ്ടാക്കി വെച്ചാൽ രാവിലെ വലിയ പാടുണ്ടാവില്ല.
ചെറുപഴം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും നീക്കി വെച്ചു. കഴിക്കുകയാണെങ്കിൽ കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് ഓരോ വറുത്ത മീനിൻ്റെ കഷ്ണം കൂടെ വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയൊന്നും അങ്ങനെ അധികം ആരും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടെ എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഞാനും കൊണ്ടും കൂടെ കഴിക്കുകയാണ് കേട്ടോ. ഇനി ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി പോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ, പോകാനുള്ളതല്ല, കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട്. മിക്കത് ഞാനും പൂജട്ടിയും കൂടെ ഒരേ ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ അധികം ഞങ്ങൾ എടുക്കാൻ നോക്കാറ്. എന്തെങ്കിലും ഒരു സാമ്യത നോക്കാറുണ്ട്, അല്ലെങ്കിൽ സെയിം കളറിൽ സെയിം അങ്ങനെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ ചെറുതിലല്ല, കല്യാണം കഴിഞ്ഞിട്ട് പെൺകുട്ടിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരേപോലെ ഒരുങ്ങി പുറപ്പെട്ട് പോകാൻ വേണ്ടിക്ക് പെൺകുട്ടികൾ ജീവനായിരുന്നു കേട്ടോ. ജീവനായിരുന്നു എന്നല്ല, ജീവനാണ് ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരുങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ഞാനും പൂജട്ടിയും കൂടെയൊക്കെ ഒരുങ്ങി ഞങ്ങൾ ഇറങ്ങാണ്. കണ്ണൻകുട്ടിയില്ല, ഞാൻ പറഞ്ഞില്ലേ വരില്ല എന്ന് പറഞ്ഞിട്ട് ആ സമയം വെച്ചിട്ടാവാൻ വരില്ല. ഞങ്ങൾ രണ്ടാളും കൂടെ ഒരുങ്ങി ഇറങ്ങി. ഞങ്ങൾക്ക് ഒരു ഓട്ടോയിലാട്ടം നമ്മൾ പോണത്. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ, പൂക്കാട്ടിരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുന്ന് കുറച്ചേ ഉള്ളൂ. നടക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, നടക്കാനുള്ള ദൂരമല്ല, കുറച്ച് ദൂരമുണ്ട്, എന്നാലും പെട്ടെന്ന് എത്തും. ഒരു 10 മിനിറ്റൊന്നും ഇല്ല തോന്നുന്നു. അങ്ങനെ ഓഡിറ്റോറിയത്തിലേക്ക് എത്തി. കെട്ടൊക്കെ കഴിഞ്ഞിട്ട് ചെക്കനും പെണ്ണും കൂടെ ഫോട്ടോ എടുക്കുന്ന ടൈമാണേ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഒരുങ്ങിയതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ കുറച്ച് പേരൊക്കെ ഞങ്ങളിരുന്നു. നമ്മുടെ അയൽവാസികളെ കുറേ ആൾക്കാരെ കണ്ടു. പിന്നെ എനിക്ക് എൻ്റെ കുറേ സബ്സ്ക്രൈബർ, നാട്ടിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെ കണ്ടു. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മളെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് വലിയ കാര്യം കേട്ടോ. അപ്പോൾ അവരൊക്കെ വീഡിയോ കാണാറുണ്ട്, നന്നായിട്ടുണ്ട്. അങ്ങനെ ഇപ്പം നമുക്ക് ചിലരുടെ പേര് നമുക്ക് അറിയില്ല, സ്ഥിരം പരിചയം, പക്ഷെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വിളിക്കുക. ചില പേരൊക്കെ ഉണ്ടാവില്ല, ഓമനപ്പേരൊക്കെ ആയിരിക്കും വിളിക്കുക. അതുകൊണ്ട് തന്നെ ഈ കമൻറ്റ് ചെയ്യുമ്പോൾ ആളെ പിടുത്തം കിട്ടില്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞു ഒരുപാട് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ എവിടെ പോവുകയാണെങ്കിലും ഞാനും പൂജട്ടിയാണ് കേട്ടോ മെയിൻ കമ്പനി. ഞങ്ങൾക്ക് പിന്നെ വേറെ ആരും വേണമെന്നില്ല, ഞങ്ങൾ രണ്ടാളും സെറ്റാണ്. അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ ഇരുന്ന് വായി നോക്കലൊക്കെ കഴിഞ്ഞ്, വായി നോക്കല്ല കേട്ടോ, അവിടെ ഇരുന്ന് കുറേ നേരമൊക്കെ സംസാരിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി നല്ല തിരക്കായിരുന്നു. കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയത്. അങ്ങനെ സദ്യയുണ്ട്. നമ്മൾ അറിയുന്ന ആൾക്കാരോട് ചെരിഞ്ഞങ്ങോട്ട് ഇടുക ചെയ്യുക. ചെക്കന്മാർ അറിയുമ്പോൾ അങ്ങനെയുള്ള താട്ടൻ്റെയും ബാബുൻ്റെ ഒക്കെ കൂട്ടുകാരന്മാരാണ്. അപ്പോൾ ഒരുപാട് ചോറ്, പൂജിട്ടിട്ട് ചോറാണ് ഇരിക്കുന്നത്. ആകെ ഒരു പിടി ചോറാണ് പൂജിട്ടിക്കാണ് ആ ചോറ് തട്ടിയിട്ടിട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവളാണെങ്കിൽ കുടുങ്ങുകയും ചെയ്തു, എനിക്കാണെങ്കിൽ ഓൾറെഡി ഒരുപാട് വിളമ്പിയിട്ടുമുണ്ട്. അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ സദ്യയൊക്കെ. അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ ഇരുന്ന് കഴിച്ചു. ഏട്ടനും അനിയനൊക്കെ വിളമ്പാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. അവരെയൊക്കെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഇനി നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് പോരാന്നാണ് വിചാരിച്ചത്. അടപ്പായസമായിരുന്നു കേട്ടോ, സദ്യയൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് നമ്മുടെ അറിയുന്ന ആൾക്കാരെയൊക്കെ കണ്ട് സംസാരിച്ച് നമ്മൾ പോരാൻ വേണ്ടിയിട്ട് ഇറങ്ങി. തിരിച്ചു വരുമ്പോഴും ഓട്ടോയിൽ തന്നെ പോകുന്നത്. അങ്ങനെ പെട്ടെന്ന് വീട്ടിലെത്തിയിട്ട് വേണം ഇനി കണ്ണൻകുട്ടിക്ക് ഫുഡ്. വിശക്കില്ലേ എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. വീട്ടിലെത്തിയിട്ട് അങ്ങനെ കണ്ണൻകുട്ടിയും പൂജട്ടിയും കൂടെ ഫോട്ടോ എടുക്കുകയാണ്. അവരവിടെ ഉണ്ട്, എനിക്ക് വയ്യ, ഞാനപ്പോൾ അങ്ങോട്ട് പോകുന്നു. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം, അത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ടോ. ആ പൊട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ, കണ്ണൻകുട്ടി വന്നിട്ടുണ്ടായിരുന്നില്ലേ കല്യാണത്തിന്. അപ്പോൾ അതിന് ചോറ് വേണം, കറി ഉണ്ടായിരുന്നു, എന്താ പറയുക, ഇന്നലത്തെ മീൻകറി, മീൻ വറുത്തതും ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ, മാങ്ങ ഉപ്പിലിട്ടതൊക്കെ ഉണ്ട്. അപ്പോൾ ചോറ് കുക്കറിലിട്ടു. എനിക്ക് വയ്യ അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട്. കുക്കറിലിട്ട് 2 ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ രാത്രി ഞങ്ങൾക്ക് ആവുകയും ചെയ്തു. അപ്പോൾ ഒന്ന് കിടക്കണം എന്ന് വിചാരിച്ചത്, അത് കൊളായി. അപ്പോൾ അത് എത്ര വിളിച്ചിട്ട് അത് വന്നില്ല. പൊക്കോളാം, ഞങ്ങളോട് പൊക്കോളാം പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ വിശക്കേണ്ട സമയമാകുമ്പോൾ ചോറി എന്ന് പറഞ്ഞുകൊണ്ട് വരും. അപ്പം ഇനി അത് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കട്ടെ കേട്ടോ. എനിക്കാണെങ്കിൽ പുറത്തിറങ്ങി പോയാൽ, എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറത്തിറങ്ങി പോയി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാവും കേട്ടോ. എനിക്ക് അറിഞ്ഞൂടാ, ഭയങ്കര ക്ഷീണവും തലവേദനയും ഒക്കെ കൂടെ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വന്നിട്ടൊന്ന് കിടന്നാൽ മതി എന്ന് വെച്ചിട്ടാണ് ഞാൻ വന്നത്. ഇനി കാര്യമായിട്ടുള്ള പണികളൊന്നും ഇല്ലല്ലോ, നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. രാത്രിയിലേക്ക് മീൻകറി ഇനിയിപ്പോൾ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് കറിയൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിന്നത്. പക്ഷേ അവന് ചോറ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനതൊക്കെ ഉണ്ടാക്കി ഊറ്റിയൊക്കെ കഴിഞ്ഞിട്ട് ചോറൊക്കെ വറുത്ത് ഒരു പാത്രത്തിലാക്കിയിട്ട് അവനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഞാൻ നിന്നു. പക്ഷേ ആളെ കാണാനില്ല. ആൾ അപ്പോഴേക്കും കളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പുറത്ത് തന്നെയാണ് കേട്ടോ, ഇപ്പുറത്തെ പാടത്ത് തന്നെയാണ് പോവുക. ആ സമയം കൊണ്ട് ഞാൻ അസലായിട്ട് കിടന്നുറങ്ങി. അപ്പം പിന്നെ വിളിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് പൂജുട്ടിയെ കൊണ്ട് വിളമ്പിച്ചിട്ട് ആൾ കഴിച്ചിട്ട് വീണ്ടും കളിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുക. ഞാൻ നീറ്റ് വന്നപ്പോൾ ആൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയിരുന്നു. അപ്പോൾ പിന്നെ ഉമ്മറൊക്കെ ഒന്ന് അടിച്ചിടാമെന്ന് വിചാരിച്ചു. 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, 5:15 ആവാറായിട്ടുണ്ടായിരുന്നു. ഉമ്മറത്തൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട്, മുറ്റടിച്ച് വാരിയിട്ടുണ്ടായിരുന്നില്ല. വണ്ടി അവിടെ കിടക്കുമായിരുന്നു, രാവിലെ മുതൽ ഇങ്ങോട്ട് തിരിച്ചിട്ടിട്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മുറ്റടിക്കാൻ ചെയ്യാം, എന്നിട്ട് വിളക്ക് വയ്ക്കാനാകുമ്പോഴേക്കും അതൊക്കെ കണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കഴിഞ്ഞുല്ലോ.
ഈ ഒരു ചെരുപ്പ് ആ തല തൊട്ട് ഈ തല വരെ എപ്പോഴും ഉണ്ടാവുമെന്ന് ഞാൻ പറയാറില്ല. എങ്ങനെ ഞാൻ ഒതുക്കിയിട്ടാലും അത് അങ്ങോട്ട് തന്നെ തിരിച്ചിടും. മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട് ഇന്ന് കുറച്ച് വെള്ളമൊക്കെ തളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ണൻകുട്ടിയോട് ഇന്ന് ഞാൻ ചാണകം കൊണ്ട് തരുമെന്ന് ചോദിച്ചത്. ആ ആൾ ഇന്ന് കൊണ്ട് തന്നിട്ടില്ല. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പറഞ്ഞു നോക്കണം. കിട്ടിയിരുന്നെങ്കിൽ ഒന്നും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിരുന്നു. എപ്പോഴും മുറ്റടിക്കുമ്പോഴേക്കും അതായിട്ട് ഓർമ്മ വരിക. ആ ഒരു വൃത്തി പോയി. ഇപ്പം മണ്ണ് കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി. അത് പോണതിൻ്റെ മുന്നേ ആ ചാണകം മെഴുകൽ മുന്നേ അതിൻ്റെ ഒരു നിറം മങ്ങണേൻ്റെ മുന്നേ അടുത്തത് അടിക്കുകയാണെങ്കിൽ ആ വൃത്തിയിൽ അങ്ങനെ കിടന്നായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മുറ്റടിച്ചോരൽ കഴിഞ്ഞിട്ട് കയ്യും കാലും കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ നേരെ അങ്ങോട്ട് പോയി കിട്ടണമല്ല. ഇല്ലെങ്കിൽ നേരം തികയുമില്ല. ഈ ഞായറാഴ്ച ദിവസം അങ്ങനെയാണ് കേട്ടോ. അല്ലാത്ത ദിവസമാണെങ്കിൽ എനിക്ക് തികയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് വലിയ പുറത്ത് പോയി വന്നു എന്നുള്ളൊരു ഇതല്ലാണ്ട് വേറെ നമ്മളിന്ന് കാര്യമായിട്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഉറക്കം കഴിഞ്ഞതിൻ്റെ ഒരു ക്ഷീണം കാരണം കണ്ണൻകുട്ടിയോട് ഞാൻ പാലും കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പലഹാരം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ കുളമംഗലത്ത് തന്നെ ചൂടോട് കൂടിയിട്ട് പൊരിക്കടി ഉണ്ടാവും കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് പാടത്ത് കൂടെ നടന്നാൽ മതി. അവൻ്റെ കയ്യിൽ സൈക്കിളും ഉണ്ട്. അപ്പോൾ അവൻ പോയിട്ട് പാലും പിന്നെ പൊരിക്കടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ചായ ഉണ്ടാക്കാം. നല്ല സ്ട്രോങ് ചായ കുടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഉഷാറാവുമല്ലോ. അപ്പോൾ ആ സദ്യ കഴിച്ചതിൻ്റെ ക്ഷീണം മാറുകയും ചെയ്യും, ഒരു എനർജി ആവുകയും ചെയ്യും. അപ്പോൾ വിളക്ക് കൊളുത്താൻ വേണ്ടി ഇനിയും കുറേ സമയം കിടക്കുക. അതുകൊണ്ട് തന്നെ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചായ ഉണ്ടാക്കാൻ അത്രയും കുറേ ചായ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ ഇവിടെ പൂജുട്ടിയും കണ്ണൻകുട്ടിയും ചായ കുടിക്കില്ല. പാൽ ചായ ആണെങ്കിൽ കണ്ണൻകുട്ടി കുടിക്കും, പൂജുട്ടിക്ക് അതും പാലേ പറ്റില്ല കേട്ടോ, ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പാലെടുത്ത് വെച്ചു. ഇനി കണ്ണൻകുട്ടിക്ക് രാത്രി കുടിക്കുകയാണെങ്കിൽ അവൻ കുടിച്ചോട്ടെ. ബാക്കിയുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് ചായ ഉണ്ടാക്കി. ഇതിനെ ഒരു 2 പ്രാവശ്യം എനിക്ക് കുടിക്കാനും കണ്ണൻകുട്ടിക്ക് ഒരു ഗ്ലാസ് കുടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വിളക്കുളത്തിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തലവേദനയൊക്കെ തോന്നുകയാണെങ്കിൽ ഒരു സിപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്ട്രോങ് ആയിട്ട്. എനിക്ക് പാൽ ചായ സ്ട്രോങ്ങിൽ കുടിക്കണമായിട്ട് ഇഷ്ടം. അപ്പോൾ അത്യാവശ്യം സ്ട്രോങ് ഒക്കെ ആയിട്ട് ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വൈകുന്നേരം നേരത്ത് ഇങ്ങനെ ചായ കൊണ്ട് ഞങ്ങൾ മേലെ പോയിരുന്നിട്ട് നമ്മുടെ ടെറസിൻ്റെ മേലെ പോയിരുന്ന് കുടിക്കാറുണ്ട് കേട്ടോ. നല്ല രസമാണ് അവിടെ പോയിരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മിക്കതും ഈ ഉമ്മർത്തിരുന്നിട്ട് തന്നെയാണ് കുടിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ പാടത്ത് പോയിട്ടിരിക്കും. അത് കൊയ്യലൊക്കെ കഴിഞ്ഞിട്ട് നല്ല രസമാണ്. പാടം ഇങ്ങനെ ഇപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെ പോയിട്ടിരിക്കും. അപ്പോൾ ഓരോ ഗ്ലാസ് ചായയൊക്കെ കൈ പിടിച്ചിട്ട് ഞങ്ങൾ അവിടെ പോയിരുന്ന് കുടിക്കാറുണ്ട്. അത് നല്ല രസമാട്ടോ. അത് വിളക്കുളത്തി കഴിഞ്ഞിട്ടാണ് പോവുക. എന്നിട്ട് കുറച്ച് ഇരുട്ടോട് കൂടെ കയറി വരും. ആ ഒരു കാറ്റത്ത് ഇങ്ങനെ പോയിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇവിടെ ആണെങ്കിൽ ചൂടും ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ ഒരു ചൂടാവുമല്ലോ അപ്പോഴേക്കും കൊയ്ത്തൊക്കെ കഴിയുമ്പോഴേക്കും കുംഭമാസമൊക്കെ കഴിഞ്ഞിട്ട്. അങ്ങനെയൊക്കെയാണെന്ന് പറയാം. അത് കഴിഞ്ഞ് ചായക്കായി നല്ലോണം ഒന്ന് എടുത്ത് അവിടെ കായതൊക്കെ അപ്പാടെ തുടച്ചിട്ടു. എന്നിട്ട് ചായ എടുത്തിട്ട് ഇനി ഉമ്മർത്ത് പോയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. കണ്ണൻകുട്ടി പറഞ്ഞു അവന് കളി കഴിഞ്ഞ് വന്നിട്ട് മതി, ചോറുണ്ട് പോയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ആശ അതിൻ്റെ ഇടയിൽ നിന്ന് വന്നപ്പോൾ ഇതിന് പറഞ്ഞാച്ചതാ. അപ്പോൾ ഇത് കൊണ്ടു തന്നിട്ട് വീണ്ടും പോയിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പരിപ്പ് വടയും 2 പരിപ്പ് വടയും 2 പഴംപൊരിയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഉമ്മർത്ത് വന്നിരിക്കുക. കണ്ണൻകുട്ടിക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. ചായയൊക്കെ എടുത്തിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടിരിക്കുക. അപ്പോൾ പൂജട്ടി കല്യാണത്തിന് പോയായിരുന്നു ഓരോ കാര്യങ്ങളും കുറച്ചൊന്ന് ചിരിക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നലെ കല്യാണത്തിന് ഇന്നാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കണം. അതാണ് ഇന്നലെയും രാവിലെ വന്ന്. അപ്പോൾ ഓരോന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നോട് ക്യാമറയിൽ അവൾ ചിരിക്കണില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട് ക്യാമറയിൽ ഞാൻ അന്ന് പിടിച്ചിട്ടായിരിക്കണേ, അല്ലെങ്കിൽ വായ പൂട്ടാണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ 2 ആളും ഇരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണേ. എനിക്ക് ഇവള് വീട്ടിലുണ്ടാകുമ്പോൾ ഇവരുടെ കണ്ണൻകുട്ടി ഇപ്പോൾ ഈ കളിക്കാൻ പോകണോണ്ടൊക്കെ കൊണ്ടാട്ടോ. അവൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ 3 ആളും കൂടെ ഉണ്ടെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കള്ളനും പോലീസോ ലൂഡോയോ അല്ലെങ്കിൽ 100-ആം കൊല്ലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, ഇല്ലെങ്കിൽ അന്താക്ഷരി കളിച്ചോണ്ടോ അങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ ഒരു അടി കഴിയും, പിന്നെയും കൂട്ടാവും, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ നല്ല രസമായിട്ട് പോയോണ്ടിരിക്കും. ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തെറ്റുന്ന ആൾ കണ്ണൻകുട്ടി. അപ്പോൾ പിന്നെ അവൻ തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാണ്ട് കൂട്ടാവാനൊന്നും വരുമൊന്നുമില്ല കുറച്ച് നേരത്തിന്. പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങോട്ട് സെറ്റാവും. കുറച്ച് നേരം ഇങ്ങനെ മുണ്ടാണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും ചിരിക്കുകയില്ല. പൂജയ്ക്ക് പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, തെറ്റലൊന്നുമില്ല. അവൾ ആ ഒരു ഓളത്തിൽ ഞാൻ അവൾ അങ്ങനെ പൊക്കോണ്ടിരിക്കും. കാര്യം ഇങ്ങനെ പറ്റാത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഇങ്ങോട്ട് പറയുന്നല്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞാലും അവൾക്കത് വലിയ കാര്യ വിഷയമൊന്നുമല്ല. മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റമല്ല, അതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയൊന്നുമില്ല. ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഈ നാളേക്ക് രാവിലെ പിള്ളേർക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ മുരിങ്ങയില പൊട്ടിച്ചാൽ അതും മുട്ടയും കൂടെ ഒരു തോരൻ പോലെ ഉണ്ടാക്കാം. എന്തെങ്കിലും തക്കാളിക്കറിയോ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഷാജേട്ടൻ ഇന്നത്തെ കച്ചവടം കഴിഞ്ഞ് വന്നാലാണ് നമുക്കിനി വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഒരു അടവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആകെ ടൈറ്റ്. അതുകൊണ്ട് തന്നെ കുറേശ്ശെയാണ് നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുള്ളൂ സാധനങ്ങളൊക്കെ. പിന്നെ ഈ പൂരക്കച്ചവടം ആവുകൊണ്ട് തന്നെ
ഓരോ ഇത് കഴിഞ്ഞ് അടുത്തത് വരുമ്പോഴേക്കും ഈ കിട്ടുന്ന എമൗണ്ട് ഓരോ ലോണിലേക്ക് അങ്ങനെ അങ്ങനെ പോവുകയാണ് ചെയ്യണത്. അങ്ങനെ പൂജിറ്റിയുടെ പിറന്നാളാണ് കേട്ടോ, ബർത്ത്ഡേ ആണ്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം കാര്യമായിട്ടൊന്നും ആഘോഷിക്കാനൊന്നും ആഘോഷിക്കണ ഈ വെച്ചാൽ കുഞ്ഞു രീതിക്ക് ആഘോഷിക്കാമെന്ന് വെക്കണം. മറ്റേത് അങ്ങനെയല്ല, നമ്മൾ കുറച്ച് കാര്യമായിട്ടൊക്കെ ആഘോഷിക്കാറുണ്ട് കേട്ടോ. ആഘോഷിക്കാറുണ്ട് പറഞ്ഞാൽ ഞാനും അവളും കണ്ടനും വരികയാണെങ്കിൽ, നാളേക്കാണെങ്കിൽ അമ്മ വരും, പിറന്നാളിനാണെങ്കിൽ ഞങ്ങൾ മൂന്നാളും കൂടെ വളാഞ്ചേരി പോവുക, എന്തെങ്കിലും ഡ്രസ്സ് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കുക, കേക്ക് മുറിക്കുക, എങ്ങനെ തന്നെയല്ല വലിയ ആഘോഷമൊന്നും അല്ല കേട്ടോ. ഞങ്ങളുടെ രീതിയിൽ നമുക്കത് വലിയൊരാഘോഷം. അപ്പം മുരിങ്ങയിലൊക്കെ അവിടെ നിന്ന് പൊട്ടിച്ചിട്ട് അവിടെ ഒരു പൂച്ചക്കുട്ടി കിടക്കണ്ടായിരുന്നു. അപ്പം അതിനെ കണ്ടപ്പോൾ വയ്യാണ്ട് പോലെ തോന്നി. ഞാൻ വിചാരിച്ചു ഇനി അത് മരിക്കുമോ, അങ്ങനെ കിടക്കുക വയ്യാതെ, ഇനി എങ്ങാനും അവിടെ മേലെ കടന്ന് ജീവൻ പോയാലോ എന്നൊക്കെ പേടിച്ചിട്ട് വിളിച്ചിട്ടൊന്നും ഇങ്ങനെ നോക്കാന്നല്ലാതെ മിണ്ടണില്ല. അപ്പം ഞാൻ പൂജിറ്റിയോട് പറഞ്ഞു കുറച്ച് കറിയും മീൻ വറുത്തതും ചോറും കൂടെ ഒരു ഇലയിൽ കൊണ്ടുവരാൻ പറഞ്ഞു, എന്നിട്ട് കൊടുത്തു നോക്കാൻ പറഞ്ഞു. അപ്പോൾ അത് കൊടുത്തപ്പോൾ ആൾ കഴിക്കണ്ട. അപ്പോൾ എനിക്കൊരു സമാധാനം. പേടി കേട്ടോ പൂച്ചേനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വരണതിൻ്റെ മുന്നേ അവിടെ ഇട്ടിട്ട് വേഗം കൊണ്ട് ഓടി പോരുക ചെയ്തത്, ഇട്ടിട്ടല്ല വെച്ചിട്ട്. അതൊക്കെ കഴിഞ്ഞ് താഴെ ഇറങ്ങിയിട്ട് ഇത് അപ്പം തന്നെ കൈയോടെ അവിടെ ഇരുന്നിട്ട് മുരിങ്ങയില ഉണ്ടാക്കുകയാണ്. അപ്പോൾ പൂജുവിനെ ട്രോളാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കണ്ണൻകുട്ടി സൈക്കിൾ എടുത്തിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇതുണ്ടാക്കണമുണ്ട്. പണ്ടൊക്കെ ഈ മുരിങ്ങയില ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഇരുന്നിട്ട് മുരിങ്ങയില ഉണ്ടാക്കണ പോലെ തോന്നി. ഇവിടെ മുരിങ്ങയില ഉണ്ടാക്കാൻ ഞാൻ മാത്രമേ ഇരിക്കാറുള്ളൂ. ഇന്ന് ഞാൻ പൂജിറ്റിയും കൂടെ പറഞ്ഞിരുത്തി, പണ്ട് എന്നെ കൊണ്ട് അമ്മമ്മ ഉണ്ടാക്കിപ്പിച്ചായിരുന്നു, അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെയും പിടിച്ചിരുത്തിയിട്ടുണ്ട്. എനിക്ക് പൂജിറ്റിക്ക് എൻ്റെ മെനക്കെട്ട പണി ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ. അത് കഴിഞ്ഞ് പൂജിറ്റി വിളക്കൊളുത്താൻ വേണ്ടിയിട്ട് നിന്നുട്ടാണ്. എനിക്കിനി മേല് കഴുകൊക്കെ വേണം, അപ്പോൾ അതുകൊണ്ട് പൂജിറ്റിക്ക് വിളക്കൊളുത്താമെന്ന് പറഞ്ഞു. അവൾ കയ്യും കാലൊക്കെ കഴുകി വിളക്ക് കൊളുത്താൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സൺഡേ വ്ലോഗ് ഇന്ന് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ, സീ യു.